തിരിച്ചറിവ് നൽകുന്ന പഠനം വേണം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാൽ വെള്ളമുണ്ടാകുമെന്നത് അറിവാണ്. എന്നാലോ സ്വന്തം വീടിന്റെ മുന്നിൽ ആ ടെലഫോൺ ലൈന് കീറുന്ന ആ ബംഗാളിയായ ചെറുപ്പക്കാരൻ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ദാഹാർത്തനായി നെറ്റിങ്ങനെ തുടക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി കൊടുക്കണമെന്നത് തിരിച്ചറിവാണ്. അത് തിരിച്ചറിവാണ്. പാരസെറ്റാമോൾ എന്നത് ശരീരത്തിലെ രോഗത്തിനുള്ള ഔഷധമാണെന്നത് അറിവാണ്. എന്നാലോ എന്റെ ഉപ്പ മറവി രോഗമുള്ള ആളാണ്. ഉപ്പാന്റെ ആ മറവി രോഗത്തിനിടയിൽ ഉപ്പ ഗുളിക മാറി കഴിക്കരുതെന്ന് വിചാരിച്ച് സ്വന്തം ബൈക്ക് അതിവേഗം ഓടിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ഒരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകൾ വളരെ മോശമാണ്. എന്താ കട്ടച്ചോറ് കൊണ്ട് ജ്യൂസ് അടിക്കും സോഡാ സർവത്ത് എന്ന് പാടുമ്പോ നിങ്ങളൊക്കെ മുഖത്ത് പുഞ്ചിരി വിടരുന്നുണ്ട് അല്ലെ? ഷേബാസിന്റെ നെറ്റിയിൽ കൊണ്ടുപോയി നെഞ്ചക്ക് കൊണ്ട് സോഡാ സർവത്ത് അടിച്ച കുട്ടി, അത് അടിച്ചതിനൊരു കാരണമുണ്ട്. വയലൻസ് രംഗങ്ങൾ നമ്മൾ കാണുന്നു. ഒരു സെക്കൻഡ് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ചില ഇടിരംഗങ്ങൾ, നിങ്ങൾക്ക് കാണാൻ കഴിയും ചില ആത്മഹത്യകൾ, നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ കണ്ട പോൺ വീഡിയോയിലെ ചില ദൃശ്യങ്ങൾ. ഇത് തലച്ചോറ് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഷഹബാസിനെ കൊന്ന വ്യക്തിക്ക് വന്ന സാഹചര്യം ഏതാണോ, ഷഹബാസ് കൊല ചെയ്യപ്പെടാനുണ്ടായ സാഹചര്യം ഏതാണോ, ആ സാഹചര്യം രൂപപ്പെടുമ്പോ തലച്ചോറ് പറയും എന്താ, നിങ്ങൾ പബ്ജിയിൽ കണ്ട, ഫ്രീ ഫയറിൽ കണ്ട അതേ രീതിയിൽ പ്രതികരിക്കാൻ. അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയാത്ത ഏരിയയിൽ തലച്ചോറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളെ, തിരിച്ചറിവിന്റെ വിജ്ഞാന തീരം നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സിആറികളാണ്, അതിലേക്ക് കയറി ചെല്ല. സിആറിയിലേക്ക് പോകുന്നത് എന്തിനാണ്? സിആറിയിലേക്ക് നമ്മൾ പോകുന്നത് എന്താ, കട്ടച്ചോര കൊണ്ട് സോഡാ സർബത്തടിക്കണമെന്ന ക്യാമ്പയിനുകൾ അറിഞ്ഞതും പറഞ്ഞതും തലയിൽ ഉറച്ചത് തെറ്റായി ഉപയോഗപ്പെടുത്താതിരിക്കാനാണ്.